ഇന്നത്തെ റെസിപ്പി സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ബോളി. ഈ ബോളിയും പാൽപ്പായസവും കഴിച്ച് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കട്ടോ. ഞാനിപ്പോൾ ഇതാ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണേ. ചപ്പാത്തി മാവിനെക്കാട്ടും കുറച്ചും കൂടെ ലൂസായിട്ട് വേണേ കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ചൊരു എണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. ഞാനിപ്പോൾ എള്ളെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. ഈ എണ്ണയിൽ നന്നായിട്ട് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ ഈ മാവ്, എന്നാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കട്ടെ. ആ മാവ് ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ഇനി ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കട്ടോ. ഞാനിപ്പോൾ ഒരു 3 വിസിലാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. ഇനിയിപ്പോൾ ഇതൊന്ന് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ വറ്റിച്ചെടുക്കട്ടെ ഇത്. അപ്പോൾ ഇതാ ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ട് വേണേൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതൊന്ന് കറക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതെങ്ങനെ എല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓരോ ബോൾസാക്കി എടുക്കട്ടോ ഇതേപോലെ. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് കുറേശ്ശെ എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണേ. ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവാതെ വേണം പരത്തിയെടുക്കാൻ. ഇത് കടലപ്പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിൽ പരത്തിയെടുക്കുക. എന്നിട്ട് പാനിലിട്ടിട്ട് ചുട്ടെടുക്കട്ടോ. ഇതിൻ്റെ മേലെ കുറച്ചൊരു നെയ്യ് ചേർത്ത് കൊടുക്കട്ടോ. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം, എന്നാലും നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ബോളി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓണത്തിനൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതിൻ്റെ കൂടെ പാൽപ്പായസം കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.